നല്ല മൈലേജ് ഉള്ള ഒരു ക്രെറ്റയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ സാധനമാണ് ഈ പ്ലസ്. ഇത് മൈലേജ് ഇതിലേക്ക് വേറൊരു ക്രൈസ് ആണ്, ക്രൈസ് ആണ്. ചെറിയ കിലോമീറ്റർ ആണ്. 2020 മോഡൽ, 20,000 ഓടിയത്. ഒരു 12 മുതൽ 15 വരെയൊക്കെ മൈലേജ് ഉണ്ടാവും. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. W8 ഏറ്റവും ടോപ്പ് എൻഡ് മോഡലുമാണ്. ഇന്നോവയുടെ ഒരു കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ കിലോമീറ്റർ വളരെ കുറവാണ്. അതായത് 2015 ഒരു G4 വാങ്ങാൻ ഒരു 11 ലക്ഷം വരും. മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ്, ഒന്നും ചെയ്യാനില്ല. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നോമ്പിന് ശേഷം നമ്മൾ വീണ്ടും ജംഷീർ ഖാന്റെ അടുത്തെത്തി. നോമ്പിന്റെ സമയത്ത് ഒരു വീഡിയോ ഒന്ന് സ്ലിം ആയല്ലേ? കാരണമൊക്കെ അറിയാം. ഉറക്കണ്ടാവില്ല ഇപ്പൊ. പണ്ടത്തെ ചൊല്ലുണ്ട്, ഡാഷാവുമ്പോ ഡാഷിട്ടപ്പോ ആറാട്ട്. കല്യാണം കിട്ടിയപ്പോഴേ ഫുൾ ടൈം പോളില്ല. രാവിലെ 7 മണിക്ക് സമയം 12 മണിയായി. 7 മണിക്ക് എത്തി ജംഷിക്ക. നിങ്ങളെ വിളിച്ചാൽ കിട്ടൂല, നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഞാൻ വീട്ടിൽ നമ്പറെ കൊടുത്ത് 7 മണിക്ക് വരാറാ. എന്റെ പ്യാപ്പിള ഞാൻ വിളിച്ച് ഞാൻ എനിക്ക് 10 മണിക്ക് വെച്ചപ്പോണ്ട് അല്ല ജംഷിക്ക ഞാൻ എനിക്ക് നേരം പോയി പോയിന്ന്. അമ്മാര് കേസാണ്. എന്താ കാരണം? പൊളിച്ചവരെ ഫോൺ ചെയ്തിരിക്കുകയാണ്. എന്താ കാട്ടുക? ടൈം 7 മണി. മലപ്പുറത്തൊരു മീറ്റിംഗ് ഉണ്ട്, അവിടെ 7 മണിക്ക് എത്തുന്ന പറഞ്ഞത്. നട്ട് ഉച്ച 12:15. ഇവിടുത്തെ വെയില് തന്നെ കൂറെ ഉരുകി ആടുജീവിതാ. ഞാൻ 3 പ്രാവശ്യം മുന്നേ ഇങ്ങോട്ട് വന്നിട്ട് 3 പ്രാവശ്യം മൂപ്പർ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 7 മണിക്ക് എത്താത്തത്. തുടങ്ങിയാലോ? അപ്പോ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീൻചന്ത, മാങ്കാവ് മീൻചന്ത ബൈപ്പാസിൽ മീൻചന്തയ്ക്ക് അടുത്തായിട്ടാണ് ഷോറൂം ലൊക്കേഷൻ. എന്താ ഇന്നത്തെ സ്റ്റോക്ക് എന്താ? കൊടുക്കാൻ പറ്റുമോ? ചെറിയ വണ്ടികളും വലിയ വണ്ടിയും കാണിക്കാം. എല്ലാം ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഉറപ്പാണ്. പിന്നെ പൊളി സാധനം വിട്ടുകൊടുക്കുക. ബാളം ഇങ്ങനെ വിട്ടുകൊടുക്കുക. വില കുറവില് ആള് പറഞ്ഞ വിലക്കൊണ്ട് കൊടുക്കാണ്. കാണുന്ന നഷ്ടം വരില്ല, ഒരിക്കലും നഷ്ടം. നമ്മളെ വീഡിയോ നഷ്ടേ ഇല്ല. വീഡിയോ കണ്ടോളി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എല്ലാരും പോയി വണ്ടി പറഞ്ഞ വില കൊടുക്കാണ്. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിട്ടുപോണ്ട. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ, ആദ്യ വാഹനം പോളോ ആണ്. Volkswagen പോളോ KL13 കണ്ണൂർ. KL13 കണ്ണൂർ വണ്ടി, സിംഗിൾ ഓണർ പോളോ GT ഓട്ടോമാറ്റിക്. ഓക്കെ, പിന്നെ DSG ഗിയർ ബോക്സ് വരുന്ന 2015 മോഡൽ, 70,000 കിലോമീറ്റർ ഓടി, കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടി. 6,65,000. 6,65,000. 2015 GT ആണ്. TSI പെട്രോൾ വാഹനം, ഓട്ടോമാറ്റിക്. നല്ല നമ്പർ ഉണ്ട്. പിന്നെ റെഡ് കളറാണ്. വണ്ടി നീറ്റാണ്. ഇന്ത്യയിലെല്ലാം പക്കയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. GT എന്ന് പറയുമ്പോൾ DSG ഗിയർ ബോക്സ് അത്യാവശ്യം മാർക്കറ്റ് കൂടുതലാണ്. അതുകൊണ്ട് 6,65,000 വലിയൊരു വിലയല്ല. നമ്മൾ റീസണബിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ വിലയാണ്. അതെ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള മാർക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ആ മാർക്കറ്റ് GT-ന്റെ കേസും പിന്നെ GT-ന്റെ കേസ് മാത്രമല്ല, പോളോന്റെ പൊതുവെ കിട്ടാല്ലാത്തതുകൊണ്ട് അത്യാവശ്യം വിലക്കന്നെ പോളോ പോകുന്നുണ്ട്. ആരാധകർ വണ്ടി എത്ര വണ്ടി പോകുന്നുണ്ട്. ഒന്നും വിൽക്കാണ്ടൊക്കില്ലല്ലോ, എല്ലാം പോകുന്നുണ്ടല്ലോ. അതിന് ആളുണ്ടല്ലോ. അത്രേ ഉള്ളൂ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. മേജർ ആക്സിഡന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല. നല്ല വണ്ടി. ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മേജർ ആയിട്ട് ഒന്നുമില്ല. എന്ത് റീപ്ലേസ് ഉണ്ടെങ്കിലും വീഡിയോയിൽ നമ്മൾ പറയും. ഏത് പാർട്സ് മാറിയിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുള്ള കച്ചവടമുള്ളൂ. പിന്നെ 6,65,000 വലിയൊരു വിലയല്ല. പോളോ GT എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു വണ്ടി എടുക്കണമെങ്കിൽ ഒരു 8 ലക്ഷം രൂപ നല്ല വണ്ടി ഇരിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 15 DSG ഗിയർ ബോക്സ് 6,65,000 ഒരിക്കലും വലിയൊരു വിലയല്ല. ഒരു 5-5.5 ലക്ഷം വരെ ലോണും കിട്ടും. ഒരു 1 ലാഖ് എങ്ങനെയാലും കാണേണ്ടി വരും ഇറക്കണമെങ്കിൽ. മാത്രമല്ല എന്താ പറയാ, വേറെന്താ മൈലേജ് മാക്സിമം 13. മാക്സിമം അത്രേ കിട്ടും. അതെ, 10-13. ഇത് മൈലേജ് ഇതിലേക്ക് വേറൊരു ക്രൈസ് ആണ്. GT-ന്റെ ക്രൈസ് ആണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഓക്കെ, ഒരു നീല കളർ ടിയാഗോ KL75 രജിസ്ട്രേഷൻ. ഒരു നല്ലൊരു നീല കളർ, ദീപാവലി മുട്ടായി കളറാ. നല്ലൊരു വെറൈറ്റി കളറാണ്. ചെറിയ കിലോമീറ്റർ ആണ്. 2020 മോഡൽ, 20,000 ഓടിയത്. 20,000 ഓടിയിട്ടുള്ളൂ. 4 കൊല്ലം പറയുമ്പോ ജൂലൈ വരുമ്പോ 4 വർഷമാകുമ്പോ 20,000 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് എൻഡ് XZA+ ഓട്ടോമാറ്റിക് ആണ്. അതെ, ഏകദേശം പുതിയ വണ്ടി വാങ്ങുമ്പോൾ 9 ലക്ഷം രൂപയൊക്കെ വരെ വരും. XZA+ ആകുമ്പോ ഇതിന് നമുക്ക് ചോദിക്കുന്ന 5,70,000. 5,70,000 രൂപയ്ക്ക് 2020 വെറും 20,000 കിലോമീറ്റർ ഓടിയ XZA+ ഓട്ടോമാറ്റിക് ടിയാഗോ കൊണ്ടുപോകാം. അതെ, നല്ല സേഫ്റ്റി ഉള്ള ഒരു വാഹനം. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. പിന്നെ AMD ആണ് ഗിയർ ബോക്സ് വരിക. അതെ, ആയിരുന്നാലും അത്ര ലാഗിംഗ് ഇല്ല. നല്ലൊരു ഗിയർ ബോക്സ് ആണ്. പൊറോട്ടൊക്കെ ഇറങ്ങുന്ന പ്രശ്നമൊന്നും പൊറോട്ട എന്നാലും ഇറങ്ങും. എന്നാലും അല്ല, ഒരു 5 സെക്കൻഡ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ചെറിയൊരു ഹോൾഡിംഗ് പോകില്ല. മറ്റേ ഇങ്ങനെ ബാക്കോട്ട് ഇറങ്ങി പോകും. സെലോറിയോ വാഗണർ എല്ലാം ബാക്കോട്ട് ഇറങ്ങും. ഇപ്പൊ ന്യൂജൻ കാറുകൾ അത്ര സ്പീഡായിട്ട് സ്റ്റെബിലിറ്റി ഉള്ള വണ്ടിയാണ്. അത് മാത്രല്ല മെയിൻ ആയിട്ട് കാര്യം മൈലേജ്
അതേപോലെ തന്നെ ലോ കിലോമീറ്റർ ഒരു 5 പിന്നെ 70 വാങ്ങുന്ന ഒരു 5 60 വാങ്ങുന്ന ആൾക്ക് ഒരു 5 ലക്ഷം വരെ ലോണും കിട്ടും. നല്ലൊരു അടിപൊളി സ്കീമാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും വില വരുന്നുണ്ട്. പിന്നെ ലോണിന് ഇപ്പൊ കാലതാമസം ഇല്ല, വെറും 2 ദിവസം കേട്ടോ. വരുന്ന സമയത്ത് പേപ്പർ ആയിട്ട് വന്നാൽ ആ പേപ്പർ ഒന്ന് 2ാമത്തെ ദിവസം വണ്ടി എടുക്കുക, കൊടുക്കാൻ പറ്റും. അതെ, ഓക്കെ. പിന്നെ ചില കേസ് സ്പോട്ട് അപ്രൂവൽ അതും കൊടുക്കാൻ പറ്റും. അല്ല, ഇതൊക്കെ നിങ്ങളുടെ ട്രാക്ക് ഓക്കെ ആണ്. നിങ്ങൾ ആധാർ കാർഡ് പാൻ കാർഡ് തരുമ്പോൾ നിങ്ങൾക്ക് സിബിൽ സ്കോർ എന്താ നോക്കിയിട്ട് സിബിൽ സ്കോർ ഓക്കെ ആണ്, ഓൺ ദ സ്പോട്ട് അപ്രൂവൽ. അപ്പൊ ഹിസ്റ്ററി പ്രശ്നം ഉണ്ടെങ്കിലോ? എന്താണ് ഹിസ്റ്ററി? സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ 680 ആണ്. ഒരു 730 680 നമ്മൾ ചെയ്യാം. ഈ 680 ചെയ്യുന്ന സമയത്ത് ബാങ്ക് ആയിരിക്കും, ഫിനാൻസ് കമ്പനി ആയിരിക്കും. ഹീറോ ഫിനാൻസ്, പിരമിഡ് ഫിനാൻസ്, എഡ്ജ് ഫിനാൻസ്, പൂനെവാല അങ്ങനത്തെ ചെയ്യുന്നുണ്ട്. ഈ ബാങ്ക് ബേസ് ആവുന്ന സമയത്താണ് 720 730 വേണമെന്നാണ്. HDFC, ICIC, സ്റ്റേറ്റ് ബാങ്ക്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ചില കേസ് കേട്ടിട്ടുണ്ട്. അതായത് സിബിൽ സ്കോർ ഉണ്ടാവും, മുന്നേ ഹിസ്റ്ററി അവരുടെ ട്രാക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ സിബിൽ സ്കോർ കൂട്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ആ ഹിസ്റ്ററി ഒക്കെ ആയിട്ട് പിന്നെയും പഴയ ട്രാക്കിൽ സെറ്റിൽമെന്റോ അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡോ ഹോം ലോണൊക്കെ തെറ്റി കിടക്കുന്ന ആൾക്കാർ സിബിൽ സ്കോർ മുന്നോട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് മുന്നോട്ട് അത്യാവശ്യം ട്രാക്കിങ് ചെറിയൊരു മൊബൈലൊക്കെ എടുത്ത് അതിലൊരു വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജൊക്കെ മേടിച്ച് അത് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു പോളാണ് KL2 പോള് 2018 ഹൈലൈൻ പ്ലസ് പെട്രോൾ ആണ്. ഹൈലൈൻ പ്ലസ് 50,000 കിലോമീറ്റർ കൂടി സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ഫുള്ള് കമ്പനി സർവീസ്, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചെറിയ ടച്ചപ്പ് ഉണ്ടെങ്കിൽ അതുണ്ടാവും. യാതൊരുവിധ റീപ്ലേസും ഇല്ല, ഫ്ലഡും ഇല്ല. 7 ലക്ഷം രൂപയാണ്. 2018 ഹൈലൈൻ പ്ലസ് ആണ്. ഹൈലൈൻ പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് പോളോ ആണ്. പെട്രോൾ ഇത് 1.2 1.2 ലിറ്റർ ആണ്. ഒരു 12 മുതൽ 15 വരെ ഒക്കെ മൈലേജ് ഉണ്ടാവും. 12 മുതൽ 15 വരെ. ഹെവി ലോങ്ങിലൊക്കെ പോകാൻ 16 കാണിക്കും കേട്ടോ. നല്ല 16 17 കിട്ടുന്ന വണ്ടികളുണ്ട്. ഫുൾ ബട്ടൺ ടയേഴ്സ് ആണ്. ഫുൾ ബട്ടൺ പുതിയ ടയേഴ്സ് ആണ്. പുത്തൻ ടയേഴ്സ് ആണ്. 50 കോടി പുത്തൻ ടയേഴ്സ് ആണ്. അത് മാത്രമല്ല 7 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നു, ഒരു 6 ലക്ഷം വരെ ലോൺ കിട്ടും. മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം, ആള് വന്നോട്ടെ, ചെയ്ത് കൊടുക്കാം. ബിസിനസ് അല്ലേ, നടക്കട്ടെ, നടക്കട്ടെ. മഹീന്ദ്ര XUV 500 KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ ഉള്ള വാഹനം. അതെ, 2016 മോഡല് W8, വെറും 50,000 കിലോമീറ്റർ മാത്രം ഓടിയ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് കേരള വണ്ടി തന്നെയാണ്. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. W8 ഏറ്റവും ടോപ്പ് എൻഡ് മോഡലുമാണ്. അന്നത്തെ ടോപ്പ് എൻഡ് W8 ആണ്. പക്ഷെ ന്യൂ ഷേപ്പ് ആണത്. ഇത് ന്യൂ ഷേപ്പിൽ, സോറി, 2016 W10 ആണ്. W10 ഈ W10 ഉം W8 തമ്മിൽ വ്യത്യാസം സൺറൂഫ് ഉണ്ടാവില്ല. അതേപോലെ ഇതിൽ 8 എയർ ബാഗ്, മറ്റേ 10 എയർ ബാഗ്. ആ വ്യത്യാസങ്ങളുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. അലോയ് വീൽസ് സെയിം ആണ്. പിന്നെ ലോ കിലോമീറ്റർ ആണ്. പിന്നെ 16 മോഡൽ W10 ഓട്ടോമാറ്റിക്. ഒരു 10 ലക്ഷം വരെ ലോൺ കിട്ടും. 11 ലക്ഷം രൂപയാണ് നമ്മുടെ വില. 11 ലക്ഷം ആസ്കിങ്. 1 ലക്ഷം കണ്ട ഇറക്കാൻ പറ്റും. 10 വരെ ലോൺ കിട്ടുന്നുണ്ട്. നല്ലൊരു 16 ഒരു ക്രിസ്റ്റ മേടിക്കാം. 16 ക്രിസ്റ്റ ഓട്ടോമാറ്റിക് മേടിക്കുന്ന ഒരു 18 ലക്ഷം രൂപ എന്തായാലും വേണം ഈ കിലോമീറ്റർ ഓടി വണ്ടി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് എല്ലാ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി. 10 ലക്ഷം രൂപ ലോൺ കിട്ടും. ഒരു 1 lakh ഇട്ടാൽ ഇറക്കാൻ പറ്റും. നല്ലൊരു വണ്ടിയാണ് XUV W8. ഓട്ടോമാറ്റിക് ഓടിക്കാൻ മാനുവലിനും അതിനകത്ത് ലാഗ് അല്ല, നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. മൈലേജ് എന്തായാലും 12 കിലോമീറ്റർ കിട്ടും. അതെ, 12 മാനുവലിൽ അങ്ങനല്ല. മാനുവലിൽ മൈലേജില പറയാന്. XUV ബേസ് ചെയ്ത് നോക്കുമ്പോൾ വലിയ വണ്ടി മാനുവലി ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അത് ക്രിസ്റ്റ അനുസരിച്ചുകൊണ്ട് G4 മാനുവൽ ഓടിക്കുമ്പോൾ നമുക്കൊരു പണിയാ. പക്ഷെ ഓട്ടോമാറ്റിക് ഒരു പണിയില്ല. നമ്മൾ ഈ ഭാഗം മാത്രം മറ്റെങ്ങനെ ചേഞ്ച് ചെയ്ത് നമ്മളത്തെ ട്രാഫിക്കും ഓൾ ഓവർ കേരള എല്ലായിടത്തും റോഡ് പണിയും കാര്യങ്ങളും കുത്തി ഭ്രാന്താവും. ഒരുപാട് യാത്ര ചെയ്യുന്നതൊക്കെ മനസ്സിലാവുള്ളൂ. എനിക്ക് അറിയാൻ മതി. ഈ വടകര ഡെയിലി എന്താ കുറച്ചൊരു സർക്കസ് തന്നെ പഠിക്കണം. ഇല്ല, ഇപ്പത്തെ കണ്ടീഷൻ പറഞ്ഞാൽ ഭാവിയിൽ ഇത് റെഡിയാവും. എന്നാൽ ഇപ്പത്തെ കണ്ടീഷൻ സർക്കസ് പഠിച്ചാലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അടുത്ത വണ്ടി പോയാലോ? അടുത്ത ഇന്നോവയാണ്. KL 29 രജിസ്ട്രേഷൻ. കേരള വണ്ടിയാണല്ലോ ഇത്. ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ. Z ആണ്. ഏറ്റവും ടോപ്പ് എൻഡ്. 2015 Z, 90,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. 13,65,000 കേരള വാഹനമാണ്. 2015 Z കേരള വാഹനം, 90 കിലോമീറ്റർ ഓടി, 0 ക്ലെയിം ആണ്. മറ്റേ റീപ്ലേസ്, ടച്ചപ്പ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഇന്നോവയുടെ ഒരു കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ കിലോമീറ്റർ വളരെ കുറവാണ്. അതായത് 2015 ഒരു G4 വാങ്ങാൻ ഒരു 11 ലക്ഷം വരും. V ആണെങ്കിൽ ഒരു 12-12.25 വരും. ഇത് Z ആണ്. 13,65,000 രൂപ. ഒരു 10-11 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ടല്ലോ. അതെ, പരിക്കൊന്നുമില്ല, ഒരു പരിക്കില്ല. ക്ലീൻ വണ്ടി. ഫുള്ള് കമ്പനി റെക്കോർഡ് പോയിട്ടുണ്ട്. ഫുള്ള് സർവീസ്, 90 സർവീസ് ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ബമ്പർ ടച്ചിങ് ഒക്കെ അങ്ങനത്തെ മേജർ ആക്സിഡന്റ് പക്ക 100% ഇല്ല. വീണ്ടും ഒരു ഇന്നോവ വന്നു. KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ. 2013 G4.
ഓക്കെ. ഒറിജിനൽ കേരള വണ്ടി. 1,80,000 കിലോമീറ്റർ ഓടി, ഫുള്ള് കമ്പനി സർവീസ്. 180 പറയുമ്പോൾ ടൊയോട്ട അപേക്ഷിച്ച് കിലോമീറ്റർ ഒന്നല്ല, എന്നാലും പറയാം 180 ഓടി, ഫുള്ള് കമ്പനി സർവീസ്. 3 ഓണർ, നിലവിൽ 3ാമത്തെ ഓണർ. മെയിൻ ഗ്ലാസ് റീപ്ലേസ്, ഒരു ഡോറും റീപ്ലേസ് ആണ്. ഈ ഡോറല്ല മാറി, ഈ ഡോറോ സെക്കൻഡ് ഡോർ റീപ്ലേസ്, ഈ ഡോറോ സെക്കൻഡ് ഡോർ റീപ്ലേസ് ഉണ്ട്, കമ്പനി റീപ്ലേസ് ആണ്. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്, പുത്തനാണ്. സെക്കൻഡ് കീ, സർവീസ് ബുക്ക്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ചോദിക്കുന്നത് ഒരു 8 ലക്ഷം രൂപ. 2013 കേരള വണ്ടി G4. 13 G4 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 7 ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 1 ലാഖ് ഉണ്ടെങ്കിൽ ഇറക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി വാഹനം. വണ്ടി മൊത്തത്തിൽ വണ്ടി ക്വാളിറ്റി ബോഡിയൊക്കെ ഇന്ത്യയിലെ നല്ല ഫുൾ ക്വാളിറ്റിയാണ്. കേരള വണ്ടി 13 G4. പിന്നെ 1.80 ലക്ഷം രൂപ ചോദിക്കുന്നു. 1.80 ഓടിച്ചെന്ന് വിചാരിച്ച് അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അത് ഒറിജിനൽ കേരള വണ്ടി 1.80, 2.80, 3.80 ഒക്കെ ഓടും. കിലോമീറ്ററിന് പറ്റിയ വിഷയമല്ല. വണ്ടി നല്ലൊരു വണ്ടിയാണ്. പിന്നെ 7 സീറ്റർ ആണ്, ക്യാപ്റ്റൻ സീറ്റ് വരുന്ന ടൈപ്പ് വണ്ടിയാണ്. പിന്നെ വില കുറച്ച് കൊടുക്കാം. അതെ, ഈ പറഞ്ഞ വിലയല്ല, കുറച്ച് തരും. അപ്പൊ നിങ്ങള് ഒരു 1 ലാഖ് നിങ്ങൾ വേഗം വിളിച്ചോളി, കച്ചവടം വേഗം നടക്കും. നിങ്ങൾ പറഞ്ഞ പൈസ വണ്ടി തരും, വേറെ കേസും ഇതിനകത്തില്ല. മനസ്സിലായില്ലേ? ടാറ്റ ഹാരിയർ ആണ് അടുത്ത വാഹനം. KL11 രജിസ്ട്രേഷൻ ആണ്. ടാറ്റ ഹാരിയർ 2019 മോഡൽ. 2019 മോഡൽ, 70,000 കിലോമീറ്റർ ഓടി, 70 സർവീസ് ഇപ്പൊ ചെയ്തു കമ്പനിയിൽ നിന്ന്. ക്ലച്ച് പുതിയത് മാറി, AC കണ്ടൻസർ കാര്യങ്ങളെല്ലാം പുതിയ മാറി, പുതിയ AC. പിന്നെ 2 ലിറ്റർ ഡീസൽ. പിന്നെ വർക്കുകളൊന്നും പെൻഡിംഗ് ഇല്ല, ബ്രേക്ക് പേഡ് കാര്യങ്ങളെല്ലാം പുതിയതാണ്. ടയേഴ്സ് എല്ലാം ഓൾ ഗുഡ് ആണ്. അപ്പൊ ഇനിയിപ്പോ 10,000 കിലോമീറ്റർ സർവീസ് ചെയ്താൽ മതി. മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ്, ഒന്നും ചെയ്യാനില്ല. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 12,400 ആണ്, വെറും 12,400. ഇതിനകത്ത് ഫീച്ചേഴ്സിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. XT+ ആണ്. ഓക്കെ. അപ്പോ നല്ല ടയേഴ്സ് ആണ്, ഒന്നും നോക്കാനില്ല. ഒരു 1 ലാഖ് ഒക്കെ ഡൗൺ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി. ഒന്നും ചെയ്യാനില്ല വാഹനത്തിൽ. ടയേഴ്സ് എല്ലാ ഭാഗം ഗുഡാണ്, ഫുൾ ക്വാളിറ്റി, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നല്ലൊരു വണ്ടി. 12,25,000 അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഒരു പ്രീമിയം വാഹനമാണ് മെർസിഡസ് ബെൻസിന്റെ B-ക്ലാസ് B180 ആണ്. B180 കണ്ണൂർ രജിസ്ട്രേഷൻ, ബോസ് നമ്പർ ആണ്. ബോസ് നമ്മൾ അടിച്ചില്ലാന്നുള്ളൂ, അടിക്കുന്നവർക്ക് അടിക്കുക. ബോസ് നമ്പർ അടിക്കേണ്ടവർക്ക് അടിക്കുക. 14 മോഡല് B-ക്ലാസ് ആണ്. ബോസ് പറ്റൂല, 80-55 അല്ലേ? ബോസ് BOSS 80-55. KL13 AB 80 ആവശ്യമില്ല അവിടെ. അല്ലെന്ന് അത് 8 ചിലര് B ആക്കി ചെയ്തു. 8 B ആക്കാം. മറ്റേത് വേണം, അല്ല അങ്ങനെ 8 B ആക്കി ചെയ്തു ചിലര്. അപ്പൊ ബോസ് ആവും, അങ്ങനെ ബോസ്. മറ്റേ AB വന്നോണ്ട് അങ്ങനെ തോന്നിയാ നമ്മളെ മമ്മൂക്കിനെ മറ്റേ സിനിമയിലൊക്കെ ബോസ് നമ്പർ. അത് ബോസ് നമ്പർ അല്ല, അങ്ങനെ ആക്കുന്നതാണ്. ബോസ് നമ്പർ ആക്കണമെന്ന് ആക്കാം. പിന്നെ ചെറിയൊരു പൈസക്ക് ഒരു പ്രീമിയം വണ്ടി 10 ലക്ഷം രൂപക്ക് 2014 B-ക്ലാസ്. 14 B-ക്ലാസ് കേരള വണ്ടിയാണ്. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 1 ലാഖ് കിലോമീറ്റർ, സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, സർവീസ് ബുക്ക്, സ്പെയർ കീ എല്ലാം ഉള്ള നല്ലൊരു വണ്ടി. 10 ലക്ഷം രൂപ ലോണും കിട്ടും. ഫുൾ ലോണില് ഒരു പ്രീമിയം വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ട്രാക്ക്, സിംഗിൾ ഓണർ, B-ക്ലാസ് കേരള വണ്ടി. ഓക്കെ. ബെൻസിന്റെ ഷോറൂം ഇവിടെ വെസ്റ്റിലല്ല? ബെൻസിന്റെ ഷോറൂം ഇവിടെ നടക്കാവ് കഴിഞ്ഞാൽ വെസ്റ്റിലെത്തണം. പിന്നെ അതെ. പിന്നെ സർവീസ് സെന്റർ ആണെങ്കിൽ നമ്മൾ ഫറൂഖ് കോളേജ് അവിടെ ചെന്ന ഹിസ്റ്ററി ഒക്കെ കിട്ടും. ഹിസ്റ്ററി കടപ്പേ കിട്ടും. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ക്രെറ്റയാണ്. KL47 രജിസ്ട്രേഷനുള്ള ക്രെറ്റ. KL47 2018 E+ ആണ്. E+ ആകുമ്പോൾ 1.4 തികച്ച് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന 20 കിലോമീറ്റർ മൈലേജ്. ക്രെറ്റ ഇത് മാത്രം ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. 1.4 ഉണ്ടോന്നുള്ളത്. അതായത് ലുക്ക് ഉണ്ടാവും, അത്യാവശ്യം പവറും നല്ല ഇതുണ്ടാവും, നല്ല മൈലേജ് കിട്ടും. 2018 മോഡൽ 52,000 കിലോമീറ്റർ, 5.2 ആണ്. 52,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ഡീസൽ ആണ്. അപ്പൊ ഉപയോഗിക്കേണ്ട എല്ലാ സാധനവും, AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, എല്ലാ കാര്യം സെറ്റ് എല്ലാം വരും. പിന്നെ 20 കിലോമീറ്റർ തികച്ച മൈലേജ് കിട്ടും. നമ്മൾ ഇതിന്റെ വില 9,40 ആണ്. 9,40,000 രൂപ. 2018 മോഡൽ. 18 മോഡൽ E+ ക്രെറ്റയാണ്. ഓക്കെ. ഒരു 8 ലക്ഷം വരെ ലോൺ കിട്ടും. 8 ലാഖ് വരെ കിട്ടും. 1.40 കാണ്ട് 8-8.5 നല്ല ട്രാക്കിനനുസരിച്ച് ചില കേസിൽ ഫുള്ളും കയറിപ്പോ. സ്റ്റേറ്റ്മെന്റും ട്രാക്കിനനുസരിച്ച് ലോൺ കയറും. ലോണൊന്നും ഇപ്പൊ ബാങ്കുകാരൊന്നും വലിയ ചവിട്ടൊന്നും ഇല്ല. അത്യാവശ്യം ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. അതായത് 2018 നല്ല മൈലേജ് ഉള്ള ഒരു ക്രെറ്റ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ സാധനമാണ് E+ ആണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. 2018 നമ്മളിപ്പോ ഒരു i20 മേടിക്കുക, ഒരു ആസ്റ്റ ഓപ്ഷൻ i20 മേടിക്കണം. 2018 ലോ കിലോമീറ്റർ ഇതേപോലത്തെ വണ്ടിക്ക് 7 ലക്ഷം രൂപ കൊടുക്കണം. ഒരു ആസ്റ്റ ഓപ്ഷനിൽ വണ്ടി വാങ്ങാൻ നമ്മുടെ കയ്യിലുണ്ട് സ്റ്റോക്ക്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 2 ലക്ഷം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ക്രെറ്റയിലേക്ക് വരാം.
ഒരു 7 lakhs കൊടുത്ത് ഐറ്റിന് എടുക്കുന്ന കറക്റ്റ് ആയിട്ട് മിനി SUV ഒക്കെ ആയില്ലേ. ഓക്കെ അടുത്ത വണ്ടിയിലേക്ക് ഹ്യുണ്ടായ് വെർണയാണ് KL5 കോട്ടയം വണ്ടിയാണ്. 2015 മോഡൽ 1.4 EX ആണ്. 1.4 EX 86,000 കിലോമീറ്റർ ഓടി 20 കിലോമീറ്റർ തേച്ച് മൈലേജ് കിട്ടും. ഡീസൽ വണ്ടിയാണ്. ഇൻഷുറൻസ് ഓൾറെഡി തീർന്നു കൊടുക്കുകയാണ്. ഇൻഷുറൻസും പുതിയ കൊടുക്കുക. പിന്നെ ക്ലച്ച് മാറാണ്ട് ക്ലച്ചും പുതിയത് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുക്കും. ഒരു 4.25 കൊടുക്കാം. 4.25 4,75,000 രൂപയ്ക്ക് ഈ ഒരു അടിപൊളി സഡാൻ വാഹനം, നല്ല മൈലേജ് ഉള്ള സഡാൻ വാഹനം. ഡീസലാണ് വെർണ EX 2015 മോഡൽ. ഒരു 4 ലക്ഷം വരെ ലോണും കിട്ടും. അപ്പോ ചെറിയ എമൗണ്ട് അല്ല അതെ ഇറക്കാൻ പറ്റുന്നൊരു നല്ല വാഹനം. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല, ഒരു റീപ്ലേസ് ഇല്ല. ഏവറേജ് ആണല്ലോ? ഏവറേജ് ടയേഴ്സ് ആണ്. പക്ഷെ വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റാണ്. അടുത്ത വണ്ടി സിംഗിൾ ഓണർ ആണ്. ഓക്കെ അടുത്ത ടൊയോട്ട ഫോർച്യൂണർ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഒറിജിനൽ കേരള വണ്ടി. അതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അതിന് മുന്നത്തെ വീഡിയോ കാണിച്ചാ നോമ്പിനല്ല അതിന് മുന്നേ വീഡിയോ ഇതിൽ കാണിച്ചാണ്. അപ്പോ പിന്നെ വില വ്യത്യാസം നമ്മളെ ഇവിടുത്തെ ഓൺ പ്രൈസ് ആയ വിലക്ക് കൊടുക്കുകയാണ്. അന്ന് നമ്മൾ ചോദിച്ച വില വ്യത്യാസം ഉണ്ടാവും. എന്താ വെച്ചാല് വണ്ടിയാണ് തികഞ്ഞ വണ്ടി. ബ്ലാക്ക് ഫോർച്യൂണർ എപ്പോഴും ആള് ചോദിച്ചു വരുന്ന. നമ്മളിപ്പോ നല്ലൊരു ബ്ലാക്ക് ഫോർച്യൂണറും അടിപൊളി നമ്പർ വണ്ടി ഇപ്പൊ ആർക്കും വേണ്ട, എൻക്വയറി ഇല്ല. പക്ഷെ സ്ഥിരം ഫോർച്യൂണറൊക്കെ ഏകദേശം ഒരു 15-20 ദിവസം കിടക്കുള്ളൂ. അതിന് മുകളിൽ കിടന്നിട്ടില്ല. ഇതിപ്പോ ഏകദേശം 2.5-3 മാസമായി. പക്ഷെ വണ്ടി ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. ആകെ 60,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. 2019 4x4 ഓട്ടോമാറ്റിക് ആണ്. 37,50,000 രൂപ കൊടുക്കുക. 4x4 ഡീസൽ ഓട്ടോമാറ്റിക് 37,50,000 രൂപയ്ക്ക്. ഒറിജിനൽ കേരള വണ്ടിയാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഇൻഷുറൻസ് പുതിയതുണ്ട്. ടയർ എല്ലാം പുത്തനാണ്. ഒരു പണി എടുക്കാനില്ല. 60 സർവീസും ഓൾറെഡി ചെയ്തു. പാർട്ടി കൊണ്ടാൽ മതി. അത് ഒരു 32-33 ലക്ഷം വരെ ലോണും കിട്ടും. അതെ അപ്പോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്ര ആളെ കയ്യിലേക്ക് ഇത് എത്തിയിട്ടില്ല. അതെ കഴിഞ്ഞ ആ വീഡിയോയില് വലിയ വീഡിയോയും അന്ന് റീച്ച് ആയില്ല. എന്താക്കി അറിയില്ല, ഞങ്ങളോട് കാണായിട്ടാന്ന് അറിയില്ല. പക്ഷെ 19 4x4 37 എന്ന് പറഞ്ഞാല് ഒരു നല്ലൊരു പ്രൈസ് ആട്ടോ. അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാലും എൻക്വയറി എടുത്താലും അറിയാൻ പറ്റും. കേരള വണ്ടിയാണ്. അതെ അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ക്രെറ്റയാണ് KL11 രജിസ്ട്രേഷൻ. ഇത് 2018 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന SX പ്ലസ് സിംഗിൾ ഓണർ വണ്ടി. 1,20,000 കിലോമീറ്റർ ഓടി. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 11 കൊടുക്കാം. 11 ഫുള്ള് ലോണില് 2012 ഡീസൽ മാനുവൽ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഇതേ സെയിം 13 ഡീസൽ ഓട്ടോമാറ്റിക് 11 ലക്ഷം രൂപ കൊടുക്കുക. ഒരു 11-12 രൂപ ലോണും കിട്ടും. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 1 രൂപ ഫുള്ള് കമ്പനി സർവീസ്. മൈലേജ് കൂടെ പറഞ്ഞു. മൈലേജ് 15 എന്തായാലും കിട്ടും. ഉറപ്പായിട്ട് കിട്ടും. 15 എന്തായാലും കിട്ടും. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഹോണ്ട സിറ്റി KL9 രജിസ്ട്രേഷൻ വാഹനം. ഇത് നമ്മൾ മുന്നേ കാണിച്ച വണ്ടി. നമ്മൾ മുന്നേ കാണിച്ചാ നമ്മള് ഇവിടെ വന്ന പ്രൈസിന് കൊടുക്കാൻ പോവാ. നമ്മൾ മുന്നേ കാണിച്ചാ ചോദിച്ച വിലക്ക് 11.5 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷത്തിന് 2018 ZX ഓട്ടോമാറ്റിക് CVT. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഗിയർ ബോക്സ് വരുന്ന വണ്ടി. ഒരു 8-9 ലക്ഷം രൂപ ലോണും കിട്ടും. അപ്പൊ ഏകദേശം ഒരു 1 lakh ഇറക്കാൻ പറ്റും. 2018 ZX ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഫുള്ള് കമ്പനി സർവീസ് പോയി 50,000 കിലോമീറ്റർ ഓടി. മൈലേജ് ഒരു 15-ന്റെ 10-നകത്ത് 12-13 ചില 14 കിട്ടും. ലോങ്ങില് 15 കിട്ടില്ല. അതെ ക്ലെയിം ഒന്നുമില്ല. നല്ല വണ്ടി. 2018 ZX ഓട്ടോമാറ്റിക്. വീണ്ടും വില കുറച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ കൊടുക്കും. 10 ലക്ഷം രൂപ താല്പര്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് പോകും. വീണ്ടും ഒരു പോളോ വന്നിരിക്കുന്നു. KL42 രജിസ്ട്രേഷൻ. ഇത് 2018 പോളോ കംഫർട്ട് ലൈൻ ആണ്. പെട്രോള് 32,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ വണ്ടി. നമുക്ക് മിഡിൽ ഓപ്ഷൻ ആണ്. പിന്നെ സെറ്റ് കാര്യങ്ങളെല്ലാം വരും. സ്റ്റിയറിംഗ് നമ്മൾ കൺട്രോളിംഗ് ഉണ്ടാവില്ല. അപ്പോൾ 2018 മോഡൽ 32,000 കിലോമീറ്റർ വണ്ടി വെറും 5,60 കൊടുക്കാം. 5,60,000 രൂപയ്ക്ക് മാനുവൽ പോളോ ആണ്. ഇത് 1.2 ലിറ്റർ പെട്രോൾ. 1.2 പെട്രോൾ ആണ്. ഒരു 5 ലക്ഷം വരെ ലോൺ കിട്ടും. 5,60 2018 പോളോ. അപ്പൊ ചെറിയ മോഡലിൽ ഇറക്കാനും പറ്റും. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒരു ക്ലെയിമും ഇല്ല. പക്ക വണ്ടി. വണ്ടിയാണ്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് ആണ്. സർവീസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 40 സർവീസ് ചെയ്താൽ മതി. 45. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു പ്രീമിയം വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മെഴ്സിഡസ് ബെൻസ് E250 ആണ്. KL31 അല്ല ഈ സൈസ് എടുക്കാത്തയാണല്ലോ. അവിടെ റെഡിമെയ്ഡ് പുള്ളി വരുമ്പോൾ 2014 ഈ ക്ലാസ് ആണ്. 10 വർഷം കഴിഞ്ഞു. 5 വർഷം മതി. $10 ലക്ഷം രൂപ വണ്ടി ഉണ്ടാവുള്ളൂ. ടോട്ടലി ടാക്സ് 7 ലക്ഷം രൂപ ടാക്സ് ഉണ്ടാവുള്ളൂ. 10 വർഷം കഴിഞ്ഞല്ലോ. ഒരു 3 lakh ഒക്കെ ഉണ്ടാവുള്ളൂ. അഭിപ്രായത്തില് 3.5 റേഞ്ചില് ടാക്സ് വരുള്ളൂ. ലൈഫ് ടാക്സ് അടിക്കണമെങ്കിൽ ഈ ലൈഫ് ടാക്സ് അടിക്കാൻ അവിടെ തന്നെ അഡ്രസ് ആൾക്കാരാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ
മാറിയിട്ട് ഇവിടുത്തെ അഡ്രസ്സും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് NOC എടുത്ത് ടാക്സ് ആക്കാം. ചെറിയ പൈസയാണ്, 13 ലക്ഷം രൂപയുള്ളൂ 2014 ഈ ക്ലാസ്സിന്. 13 ലക്ഷത്തിന് സ്വന്തമാക്കാം. ഈ ടോപ്പ് ഉണ്ട് അല്ല? ഈ ക്ലാസ് ടോപ്പ് ഉണ്ട്, 250. 2014 മോഡൽ, ന്യൂ ഷേപ്പ് ആണ്. 13 പോലും ന്യൂ ഷേപ്പ് വരും, 13 പകുതി പോലും ന്യൂ ഷേപ്പ് വരുന്നത്. 14 ഈ ക്ലാസ് ആണ്. 250 ആണ്, 350 അല്ല. 250 ആണ് ചെലവ് പറഞ്ഞ വണ്ടിയാണ്. ആർക്കും എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും 15 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. അതെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ലോൺ ഇങ്ങോട്ട് മാറിയല്ലേ കിട്ടുള്ളൂ? ലോൺ നമുക്ക് NOC എടുത്തിട്ട് ലോൺ നമുക്ക് ചെയ്യാം. NOC എടുത്തെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ NOC നിലവിൽ എടുത്തിട്ടില്ല. നിങ്ങൾ ആർക്കാണ് ആ കച്ചവടം ആകുന്നത് അവരോട് ഒരു വലിയൊരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് NOC എടുത്തിട്ട് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും. അല്ല 20,000 5,000 അഡ്വാൻസ് ചെയ്യില്ല. ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് മേടിച്ചു കഴിഞ്ഞാൽ NOC നമുക്ക് ഒരു 1 വീക്കിനകത്ത് തന്നെ NOC എടുത്തിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ പിന്നെ അത് കാല് പറയാൻ പാടില്ല, നമ്മൾ വിട്ടുപോകും. അടുത്ത വണ്ടി വിറ്റാര ബ്രസ KL 2 കൊല്ലം വണ്ടി പറഞ്ഞോളൂ. 2019 മോഡല് ബ്രസാര ZDI ഓട്ടോമാറ്റിക്. പിന്നെ 50,000 കിലോമീറ്റർ ഓടി. പിന്നെ നമ്മൾ ചോദിക്കുന്ന 10,60,000 രൂപ. 50,000 ഓടിയ വാഹനം അല്ല? 19 ZDI ആണ്. ZDI ഓട്ടോമാറ്റിക് ആണ്. ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക് അത്യാവശ്യം എൻക്വയറി ഉള്ള വണ്ടിയാണ്. 20 തന്നെ മൈലേജ് 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. എപ്പോഴും ഒരു എൻക്വയറി വരുന്ന വണ്ടിയാണ്. 2019 മോഡലാണ്. ഏറ്റവും അവസാനം 19 ഡീസൽ വണ്ടി ഇറങ്ങുന്നത്. ആ സമയത്ത് ഇറങ്ങിയ വണ്ടി ZDI ആണ്. ഓട്ടോമാറ്റിക് 10,60,000 ചോദിക്കുന്നു. മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. ലോൺ ഒരു 9 കിട്ടും. 9 ലക്ഷം കിട്ടും. 9 ലക്ഷം വരെ. അതെ, 1.5 കാണും. അല്ല നമുക്ക് കുറച്ച് കൊടുക്കാം. ഒന്നും പറയാനില്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സെലേറിയോ ആണ്. KL 1 രജിസ്ട്രേഷൻ വാഹനം. 2016 മോഡലാണ്. സെലേറിയോ ZXI ആണ്. ZXI ഓട്ടോമാറ്റിക് AMT. 70,000 കിലോമീറ്റർ ഓടി. 70 സർവീസ് കഴിഞ്ഞ മാസം ചെയ്തു. നമ്മൾ ചോദിക്കുന്ന വില 4.15 ആണ്. 2016 ZXI ഓട്ടോമാറ്റിക് ആണ്. VXI ഫുൾ ഓപ്ഷൻ വാഹനം. 4,15,000 രൂപ ചോദിക്കുന്നു. നല്ല ഗുഡ് ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ ഫുൾ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. ഒരു 3.5 ലക്ഷം വരെ ലോൺ കിട്ടും. അത്രയും കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു 60 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അതെ. കമ്പനിയിൽ നിന്ന് പോലും ചിലപ്പോൾ ഈ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വണ്ടിയുടെ ടാക്സ് ഇൻഷുറൻസും കൂടുതലും കാരണം ഡൗൺ പേയ്മെന്റ് ഒക്കെ കൂടി. ചില റയർ കമ്പനികളുണ്ട് ഇത് തീരെ വിറ്റ് പോകാത്തവര് 100% ലോണിലൊക്കെ. മാരുതി വണ്ടികളുടെ അത്യാവശ്യം പൈസ എന്തായാലും വേണം. ഡൗൺ പേയ്മെന്റ് കാണും. അത്രേ ഉള്ളൂ. അപ്പൊ നല്ലൊരു ഓട്ടോ. അത് മാത്രമല്ല, ഒരു സെലറി വാങ്ങാൻ ഇപ്പൊ ഒരു സെലറി മേടിക്കണം 7 ലക്ഷത്തിന് മുകളിൽ വില ആവും. എല്ലാം മാറി. എന്നാലും പോലെ എന്ത് ഷേപ്പ് മാറിയാലും വണ്ടി കയറണം, AC ഇടണം, കമ്പനിയിലാണ് പോകണം, വരണം. ഓനൊക്കെ ഒരു 3-4 മുടക്കിയാൽ മതി. വെറുതെ മുടക്കിട്ട് ബാധ്യത ചെയ്തിട്ടുണ്ട്. അത്രയും വെറുതെ ലോണിലേക്ക് പോകണ്ടല്ലോ. എല്ലാവരും സെക്കൻഡ്സിലേക്ക് വരും. പുതിയതിലേക്ക് പോയിട്ട് പടല പോകും. പല വണ്ടികളും ഇങ്ങനെ എടുക്കുന്ന ചില ഫാൻസി കാറുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒട്ടുവിധ ഫാൻസി കാറുകൾ എടുത്ത പകുതി പോൽ റെഡിയാണ്. ഞാൻ MG എടുത്ത വില കേട്ട ബോധം പോയി. ഞാൻ എടുത്ത വില MG പ്ലസ് എടുത്ത വില കേട്ട ബോധം പോകും. പകുതി വിലയിലും കുറച്ച് എടുത്തതാണ് ഞാൻ വണ്ടി. ഇതാണ് അവസ്ഥ. അങ്ങനെ ഒരു വണ്ടിയല്ല, പല വണ്ടിയിലും. നിങ്ങൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾ പ്ലാൻ ചെയ്യാം. വെറുതെ ചാടി കയറി പുത്തൻ വണ്ടി ആ ഗ്ലാസിനടിയിൽ ലൈറ്റ് കാണുമ്പോൾ ചാടി വീകണ്ട. എല്ലാം പഠിച്ചോളി. ഇത് വാങ്ങി 3 മാസം കഴിഞ്ഞിട്ട് EMI 27-33 അടയ്ക്കാൻ കഴിയണ പെട്ടോ. ഞാൻ പറയാം കഴിയണതും. അല്ല പുതിയ വണ്ടി യൂസ്ഡ് വണ്ടി എടുക്കുമ്പോഴും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്. യൂസ്ഡ് വണ്ടി എടുക്കുന്ന സമയത്ത് യൂസ്ഡ് വണ്ടി 10 ലക്ഷം രൂപ മേടിച്ചാലും ഒരു 2.5 കൊല്ലം ഓടിച്ചാലും അതിന്റെ വില 8 രൂപ നിലക്കും. മറ്റേ 20 ലക്ഷം മേടിക്കുന്ന സാധനമാണ് 10 നമ്മൾ വിൽക്കുന്നുണ്ടാവുക. ഒരു കറക്റ്റ് ഫുൾ ഓപ്ഷൻ വേണ്ടി 24 ലക്ഷം രൂപ വേണം. ആ സാധനം ഒരു 2.5 കൊല്ലം ഞാൻ 7 ലക്ഷം കുറച്ചിട്ട് 15-16 കിട്ടും. ഫസ്റ്റിൽ ഭയങ്കര ഭീമമായ എമൗണ്ടാണ് പോണത്. ലോ കിലോമീറ്ററിൽ സെക്കൻഡ്സ് വണ്ടിയിലേക്ക് പോവാണ് എന്റെ ഒരു അഭിപ്രായം. ഫസ്റ്റ് വണ്ടി എടുക്കാണ്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് കിട്ടൂലല്ലോ. അതുകൊണ്ടല്ലോ ഫ്രഷ് അല്ലേ. ഇപ്പം പറഞ്ഞാല് ഒരു 2024 കൊല്ലം ഇപ്പൊ 22-23 വണ്ടികൾ സ്റ്റോക്ക് കിട്ടാണ്ട്. ഇഷ്ടം പോലെ വണ്ടികൾ എല്ലാ ഐറ്റം കിട്ടാണ്ട്. ഫോർച്യൂണർ കിട്ടാണ്ട്, ലെജൻഡർ കിട്ടാണ്ട്, MG ആക്ടർ കിട്ടാണ്ട്, ക്രെറ്റ, സെൽറ്റോസ്, സോണറ്റ്. ഏറ്റവും ബേസ് ലിഫ്റ്റ് ആയിട്ട് ഏറ്റവും ന്യൂ ഷേപ്പ് GT വരെ എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എന്റെ കയ്യിലും എന്റെ അറിവിൽ കൊടുക്കാൻ ലൈവിലുണ്ട് GT ഡീസൽ. പിന്നെ 2,500 കിലോമീറ്റർ ഓടിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ HTX പ്ലസ് പെട്രോൾ മാനുവൽ കിട്ടാണ്ട്. അല്ല ഞാൻ പറയാണ് 4,15,000 രൂപയ്ക്ക് 2016 നമ്മൾ ഓഫർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വണ്ടി എടുത്താൽ കല്യാണം ചെയ്തുകൊണ്ടമാര് കല്യാണം കഴിച്ചു കൊടുക്കും. ഇവനൊക്കെ റെഡി ആക്കി കൊടുത്ത് ഞാനാണ്. അതുകൊണ്ട് ഇപ്പൊ ആർക്കും പെണ്ണിടാത്തില്ല ഇവിടെ എടുത്താൽ അത് ഓഫർ റെഡി ആക്കി കൊടുക്കുക. എത്ര കൊല്ലായി നോക്കി ചെക്കര് ഉറങ്ങാനില്ല, ചോറ് വേണ്ട, ചായ വേണ്ട, ഒന്നും വേണ്ട. ആ മോളെ ഉറങ്ങിയ ചായ കുടിച്ചോ, ചോറിന് ഓനൊന്നും പൊതു കഴിച്ചില്ല. ഇതാ സ്ഥിതി. അടുത്തത് ഒരു 7 സീറ്റർ ആണ്. ഒരു ചെറിയ 7 സീറ്റർ 2014 മോഡല് മൊബൈലിയോ. 2014 സെക്കൻഡ് ഓണർ. 58 70,000 കിലോമീറ്റർ ഓടിയ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഡീസൽ
നല്ല മൈലേജ് ഉണ്ടാവല്ലോ. ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 2014 മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. ഒരു 4 ലക്ഷം വരെ ലോൺ കിട്ടും. 4-4.25 ലോൺ കിട്ടും. നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം 7 സീറ്റർ വണ്ടി. 5 ലക്ഷത്തിന് ഒരു 7 സീറ്റർ മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. 75,000 രൂപ കണ്ട ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. അതെ, ഡീസൽ ആണ്, 7 സീറ്റർ ആണ്. കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഹോണ്ടൻ എഞ്ചിൻ ആണ്. പിന്നെ ഓട്ടം കുറവാണ്. 75,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റിലൊക്കെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റും. സുഖമായിട്ട് ഇരിക്കുക. എന്നെ പോലത്തെ മതിയായിരിക്കും ഇരിക്കുക. നമ്മളെ പോലത്തെ കുറച്ച് കാല് വലിപ്പം ഉണ്ടായത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വാഹനം ടിയാഗോ ആണ്. KL 43 രജിസ്ട്രേഷൻ. അതെ, ഇന്നത്തെ രണ്ടാമത്തെ ടിയാഗോ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 2017 എക്സെഡ് പ്ലസ് പിന്നെ വരുന്നത്. പഴയ ഷേപ്പിൽ എക്സെഡ് ഉള്ളൂ. എക്സെഡ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 60,000 കിലോമീറ്റർ ഓടി. 2017 മോഡൽ. പിന്നെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നമ്മൾ പേര് മാറി സെക്കൻഡ് ഓണർ വണ്ടി. നമ്മൾ ചോദിക്കുന്നത് 3,65,000 രൂപ മാത്രം. 17 എക്സെഡ് അല്ല, ടിയാഗോ 3,60,000. ആൻഡ്രോയിഡ് സെറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാം ചെയ്തിട്ടുണ്ട്. വണ്ടി ഓൾ ഗുഡ് ആണ്. ലോൺ ഒരു 3.5 ലക്ഷം ലോണും കിട്ടും. ചെറിയ എമൗണ്ട് ഇറക്കാം. ഒരു 10,000 രൂപ ഇറക്കാൻ പറ്റും. ഈ പറയുന്ന വിലയൊന്നും ഫൈനൽ റേറ്റ് ഒന്നും പൊട്ടിച്ചു കൊടുക്കും. അതാണ് ആരന്മാരും ലാഭം എടുക്കില്ല. ചെറിയ ലാഭത്തിൽ സിറ്റിക്കാർ ബിസിനസ് ചെയ്യുന്നത്. ആരന്മാരും പ്രോഫിറ്റ് എടുക്കുന്നില്ല. ഒന്നും വേണ്ട, എന്ത് കിട്ടിയാലും ചെയ്യും നമ്മള്. നമ്മ ചെറിയ ഓക്സിജൻ മതി. വലിയ ഓക്സിജൻ മാസ്ക് ഒന്നും വേണ്ട. പൈസ വരാണ്ട് എടുത്താലോ? തരാൻ കൊടുക്കാം. നമുക്ക് നിവൃത്തില്ലല്ലോ. നമുക്ക് നിവൃത്തില്ലല്ലോ. അത്രേ ഉള്ളൂ. എനിക്ക് പറയാലോ, എനിക്ക് കിട്ടിയ സാധനം കിട്ടില്ല. വണ്ടി കിട്ടിയില്ലേ? അടുത്തതാ ഒരു ടെറാനോ KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ. ടെറാനോ 2015 മോഡൽ ഫുൾ ഓപ്ഷൻ ആണ്. നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയാ. പാർക്കൻസ് നമ്മൾ ഇന്റിമേറ്റ് ചോദിക്കാറാണ്. മൂപ്പരെ വിളിക്കാം. മൂപ്പര് പറഞ്ഞോട്ടെ. മൂപ്പര് എങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളാ. സിനിമ അഭിനയിക്കാൻ ചെന്നൈയിലേക്ക് പോയ ആളാ. പക്ഷെ മൂപ്പർക്ക് പറ്റിയില്ല. ദിനേശേട്ടാ ഇവിടെ എങ്ങനെ ഡീറ്റെയിൽ വണ്ടി ഉഷാറാ, പെർഫെക്റ്റ്. അടിപൊളിയാ. ഫുൾ കണ്ടീഷൻ പോയ വണ്ടിയാ. ധൈര്യമായിട്ട് എടുക്കുന്ന പാർട്ടിക്ക്. ഓക്കെ, ആള് ചെയ്യും. മൂപ്പര് എന്താ വെച്ചാല് ബാക്കി ഡീറ്റെയിൽ ഞാൻ പറയുന്നത് പറ്റി നിങ്ങൾ പറഞ്ഞ വണ്ടി അറിയാം. അത് പോരാ ആള് ഇല്ലാടിയാ ചെന്നൈയിലേക്ക് പോയതാ. സീരിയസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്യാമറ കൊണ്ട് ആഗ്രഹം വന്ന മൂപ്പര്. 2015 വണ്ടി ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. XP പ്രീമിയം. പിന്നെ 90,000 കിലോമീറ്റർ ഓടി. 5,20,000 കൊടുക്കാം. 5,20,000 ടോപ്പ് എൻഡ് 15 110 ഫുൾ ഓപ്ഷൻ. എന്തെങ്കിലും വില വ്യത്യാസം കൊടുക്കാം. കൊടുത്താൽ കൊടുക്കാം. നല്ല വണ്ടിയാട്ടോ. വണ്ടി ഒരു 4.5 വരെ ലോൺ കിട്ടും. മൂപ്പര് കാണാം. മൂപ്പര് ആഗ്രഹമുള്ള ആളാ. അപ്പൊ പിന്നെ പറഞ്ഞ അടുത്ത വർഷം വീഡിയോ ഞാനും സംസാരിക്കും. ഒരു സംപ്പിന് പേടി സംസാരിക്കാൻ ഞാൻ വരുത്തിച്ചാണ്. നമ്മൾ എല്ലാവർക്കും ഓൾവേസ് വെൽക്കാണ്. ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് ജിതിന്റെ വീഡിയോയിലെ അഭിനയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വ്യൂവേഴ്സിനെ വെച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യിക്കണമെന്നുണ്ട്. ആരും നമ്മുടെ ഓൾവേസ് വെൽക്കം എല്ലാവർക്കും വരാലോ. ഒരു ഡീറ്റെയിൽ നമുക്ക് വ്യൂവേഴ്സിനെ വെച്ച് ചെയ്യിക്കണം. അന്നെ പറ്റി വരുന്ന ആൾക്കാർ അന്നെ പറ്റി നല്ല അഭിപ്രായട്ടോ. നല്ല ചക്കര അമ്മക്കാരല്ല ഹറാത്താന്നുള്ളത്. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് KL 55 തിരൂർ രജിസ്ട്രേഷനുള്ള ഒരു റിനോ ക്വിഡ് ആണ്. 2017 മോഡലാണ്. 2017 മോഡൽ 50,000 കിലോമീറ്റർ ഓടി. RXL ആണ്. RXL അഡീഷണൽ ആയിട്ട് 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന 2 ഡോറേ വരുള്ളൂ. എക്സ്ട്രാ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ റീപ്ലേസ് ഇല്ല. ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർ. 50,000 വണ്ടി. നമ്മൾ ചോദിക്കുന്നത് 2,70,000 രൂപ. 2017 വാഹനം 270 RXL. നമുക്ക് ഒരു 225 230 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. 800 cc വാഹനമാണ്. 1000 cc. അവിടെ പവർ 1000 cc വണ്ടി. ചെറിയ കളിയൊന്നുമില്ല. വലിയ കളി മാത്രമേ ഉള്ളൂ. 1000 cc ചവിട്ടി അവിടെ പറക്കും വണ്ടി. ആ സാധനം 1000 cc. 2,70,000 ലോൺ കിട്ടും. പിന്നെ അതേപോലെ തന്നെ വീഡിയോയിൽ കാണിച്ചത് നോക്കണ്ട. മാക്സിമം വില കുറച്ച് കൊടുക്കും നമുക്ക്. നമ്മളെ ഓഫർ ഞാൻ പറയില്ല. നേരത്തെ പറഞ്ഞ ഓഫർ ബെന്റെ കേസുകാരന്റെ ഓഫർ നമ്മളത്. വേറെ ഓഫർ നമ്മുടെ അടുത്തില്ല ഇപ്പൊ. അതിന്റെ ചെയ്താലോ? അപ്പൊ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ റൈറ്റ് സൈഡ് ടോപ്പിൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. മറന്നുകൊണ്ടാ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഒരിക്കൽ കൂടെ ലൊക്കേഷൻ പറഞ്ഞുതരാം. കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് മീഞ്ചന്തയ്ക്ക് പോകുന്ന റൂട്ടിൽ മീഞ്ചന്തയ്ക്ക് അടുത്തായിട്ടാണ് ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂടെ കൂടണം. അവിടെ വലിയ പ്രത്യേകിച്ച് കാര്യം 5 ലക്ഷം ചെലവരാണ്. ഒന്നുമില്ല. കാലി കേസളാ. ഇതിപ്പോ 6 എന്ത് ബിസ്ക്കറ്റും ചായ പട്ടിസ്ക്കറ്റും ചായ കൊടുത്തോ? അതാ ചെലവ്. ചെലവറന്ന ചെലവും അറിയില്ലേ? ആ നമ്മളൊക്കെ ചെലവ് കൊടുക്കില്ലേ? പൊളി. എല്ലാവരും ചക്കര കല്യാണം ഡേറ്റ് കുറച്ചോ? വിളിക്കാണ്ട് എല്ലാരും. രണ്ടായിക്കാം നമുക്ക്. ഇവിടെ ബീച്ച് നടത്താം. വലിയ ബീച്ചിന് കുറെ സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാരും വിളിക്കുക. മാക്സിമം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾ ചെയ്യുക. കച്ചവടങ്ങൾ തരിക.
ലോണും വിലയൊക്കെ കാര്യമൊന്നും adjust പേടിക്കണ്ട. ലോണും കാര്യം 90% ലോൺ എല്ലാ വണ്ടിയും ചെയ്യാം നമുക്ക്. ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ.